ആദ്യം നമ്മുടെ മോഹം സൈക്കിളായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ സൈക്കിളുള്ളവർ വലിയ എന്താ പറയുക, ഇന്ന് ബെൻസ് കയ്യിലുള്ളതിലേക്കാളും കൂടുതൽ പവറിലാണ് നടക്കുക. ഒരു സൈക്കിളിൻ്റെ 2 ഹാൻഡിലിൻ്റെ പുറത്ത് കാസറ്റിൻ്റെ ഇത് തൂക്കിയിടുക, സൈക്കിളിൻ്റെ ചക്രത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ പിടിപ്പിക്കുക. ഒരു സൈക്കിൾ എപ്പോഴും അതിമനോഹരമായിട്ട് അന്നൊക്കെ കൊണ്ട് നടക്കുള്ളൂ. ദിവസം വൈകിട്ട് വന്നാൽ വീടിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ച് നന്നായിട്ട് തുടച്ച് ഒരു കമ്പിളിയിട്ട് മൂടി വരെയായിരുന്നു പല കുടുംബങ്ങളിലും സൈക്കിൾ സൂക്ഷിച്ചിരുന്നു. അന്നത്തെ കാലത്ത് സൈക്കിളൊന്ന് ഓടിക്കാൻ ചോദിച്ചാൽ തരാൻ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലും മടിയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നത്. കാരണം സൈക്കിളെന്ന് ധാരാളം വാടക കിട്ടും, വാടകയ്ക്ക് നമുക്ക് മേടിച്ച് കൂട്ടാം. പക്ഷേ ഒരാൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിൾ കിട്ടാൻ അന്ന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് ഇത് പക്ഷേ നമ്മൾ ഇന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മളൊരു നൊസ്റ്റാൾജിയായിട്ട് നമ്മൾ പറയുന്നു. ഇന്നത്തെ കുട്ടികളോട് ഇത് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വേറുന്നുണ്ട്, ഇന്നലെ ഞാൻ സൈക്കിളിന് ബുദ്ധിമുട്ടി, ഇന്ന് നിനക്ക് കാറില്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമുക്ക് കുട്ടിയോട് ചോദിക്കാൻ യാതൊരു ന്യായവും ഇല്ല. കാരണം അന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ ആവശ്യവും നീഡും അതായിരുന്നു. നമ്മളൊരു സൈക്കിളിൻ്റെ കഥ പറയുമ്പോൾ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ മുത്തച്ഛനോ പറയാനുള്ളത് ഏതാ, കാളവണ്ടിയുടെ കഥയായിരിക്കും. അതിനപ്പുറേക്ക് പറയാവുന്ന പല്ലക്കിൻ്റെ കഥയായിരിക്കും. കാരണം ഞങ്ങൾ ചുമന്നുകൊണ്ട് ചെറുപ്പത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പല്ലക്കുണ്ടായിരുന്നു. പല്ലക്ക് ചുമക്കാൻ 5 പേരുണ്ടായിരുന്നു. അതിലൊന്ന് കയറണമെന്ന് ഞങ്ങൾ മോഹിച്ചിട്ടുണ്ട് എന്ന് മുത്തച്ഛൻ ചിലപ്പോൾ പറഞ്ഞത് വരും. അച്ഛൻ ചിലപ്പോൾ പറയും കാളവണ്ടി അവിടെ ഉണ്ടായിരുന്നു, കാളവണ്ടി ഒന്ന് അത് കയറി യാത്ര ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് പറ്റിയിട്ടില്ല എന്ന് ചിലപ്പോൾ അച്ഛൻ പറഞ്ഞത്. അതേപടിയാണ് ഞാൻ പറയുക, ഒരു സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിച്ച പോലെ. കാലഘട്ടം മാറി ഇന്ന് എല്ലാവരുടെയും മുറ്റത്ത് 1-2 കാറും 1-2 ബൈക്കും ഉള്ള കാലഘട്ടത്തിൽ 18 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവനൊരു ക്രൈസ് ഒന്നുമില്ല. ഉള്ള ഒരു സാധനത്തിനോട് അമിതമായിട്ട് പിന്നെയും താല്പര്യം വരാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഇതിലും വേറെ വലുതാണ്. കാരണം ഒരു കാറിലോ ഒരു ബൈക്കിലോ അവരുടെ മോഹം നിൽക്കുന്നില്ല. അതായത് നമുക്കന്ന് എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് വേറെ ഒരു തരത്തിലുള്ള ആഗ്രഹമാണ്. കാരണം അവൻ നിൽക്കുന്നത് നമ്മൾ അന്ന് നിന്ന പ്ലാറ്റ്ഫോമിന് നമ്മൾ എത്തി നിൽക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ കുട്ടികൾ ജനിച്ച് വീണത്. അപ്പോൾ ചെറിയ തട്ടിൽ നിന്ന് വേറൊരു തട്ടിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഇന്നത്തെ തട്ടിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഇന്നത്തെ തട്ടിൽ നിന്ന് ജനിച്ച് വീണ കുട്ടികളെ സംബന്ധിച്ചോളം അവർ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് മുകളിലേക്ക് അവർ നോക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ അംബീഷൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ കാറിന് പകരം അവർക്കൊരു ഹെലികോപ്റ്റർ മേടിക്കണം എന്നായിരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടാവുക.